നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഒന്നും ആയിട്ടല്ല വന്നേക്കുന്നത്. ഇപ്പം കീം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതുവരെയുള്ള ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് സോ സിമ്പിൾ. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ അറിയായിരിക്കണം. ഭയങ്കര കോംപ്ലിക്കേറ്റഡും അങ്ങനെ വലിയ ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ സമാധാനത്തോടെ തന്നെ ചെയ്യുക. ഓൺലി തിങ് ഈസ് ദാറ്റ് കുറച്ച് ടൈമിനെ കുറിച്ച് നിങ്ങൾ കൺസേൺ ആവണം. ഓവർ കൺസേൺ ആകുകയും വേണ്ട. എന്ന് പറഞ്ഞാൽ നമ്മൾ തിക്കും തിരക്കും പിടിച്ച് ചെയ്ത് അറിയാവുന്നത് കൂടെ തെറ്റിക്കരുത്. ചെയ്യുന്ന ക്വസ്റ്റ്യൻ സമാധാനത്തോടെ നിങ്ങൾക്ക് അധികം ലെങ്തി അല്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ എല്ലാം ചെയ്ത് പോകുക. പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാവുന്ന, നമുക്ക് മനസ്സിലാവുന്ന, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ഉള്ള പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്ത് പോവുക. കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ല, ഇച്ചിരി കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്ന് റിവ്യൂവിന് വേണ്ടി പിന്നത്തേക്ക് വെച്ചേക്കുക. അടുത്തടുത്ത പ്രോബ്ലംസ് ചെയ്ത് പോവുക. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് കെമിസ്ട്രി മിക്കവാറും എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ. ഫിസിക്സിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് ഓർമ്മയുണ്ട്, അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് വേഗം ചെയ്ത് പോവുക. മാത്സും അതുപോലെ തന്നെ. മാത്സിൽ നമുക്ക് എല്ലാം ചെയ്യാമെന്ന് തോന്നുമായിരിക്കും, ബട്ട് ചിലത് ഒരുപാട് ലെങ്തി ആണെന്ന് തോന്നുവാണെങ്കിൽ അതാണ് ഈ പ്രാവശ്യത്തിലെ പ്രശ്നം. നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അധികം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡായിട്ടങ്ങ് ചെയ്തു പോകാം. ബട്ട് പ്രാക്ടീസ് കുറവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി സമയമെടുക്കും. അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യാതെ നെക്സ്റ്റിലേക്ക് ചെയ്ത് പോകണം. കാരണം ഒരെണ്ണം എനിക്ക് കിട്ടി, ഇതെല്ലാം ഞാൻ ഉത്തരം അങ്ങോട്ട് എഴുതിയിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ, അങ്ങനെയുള്ളതൊന്നും വേണ്ട. പറ്റാവുന്നത്ര നിങ്ങൾ ചെയ്ത് പോവുക. പിന്നെ റിപ്പീറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓവർ കോൺഫിഡൻറ്റും ആകരുത്. ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മുഴുവൻ വായിക്കാതെ തന്നെ എനിക്കത് അറിയാമെന്ന് പറഞ്ഞ് ചാടി ഓടി ഓപ്ഷൻ കുത്തുകയും ചെയ്യരുത്. സോ ദിസ് വാസ് മൈ അഡ്വൈസ് ബിഫോർ ദി എക്സാം. സോ നിങ്ങളെല്ലാവരും നന്നായിട്ട് എഴുതുക. ഫിസിക്സിൻ്റെ എക്സാംസൊക്കെ നമ്മുടെ ഇക്വേഷൻസൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. മിക്കവാറും എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് സന്തോഷമായിട്ട് നന്നായിട്ട് എഴുതുക. പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ തെറ്റിക്കാതെ നോക്കുക. ഒരു പ്രാവശ്യം ഒരെണ്ണം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ചെയ്ത് കഴിഞ്ഞ് ഉത്തരം നമുക്ക് കിട്ടിയെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കിയേക്കുക. എന്നിട്ട് ഓപ്ഷൻ കുത്തി മുന്നോട്ട് പോവുക. ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്ന സമാധാനത്തോടെ കോൺഫിഡൻ്റ് ആയിട്ട് നന്നായിട്ട് ചെയ്തു പോവുക. ഇച്ചിരി കൺഫ്യൂസിംഗ് ആണെന്ന് തോന്നുന്നത് നമ്മളത് നെക്സ്റ്റ് ടൈമിലേക്ക് ഒന്ന് റിവ്യൂവിന് വേണ്ടി മാറ്റി വയ്ക്കുക. അടുത്തടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് നന്നായി അറിയാവുന്ന ക്വസ്റ്റ്യൻ പിന്നെ ഉണ്ടെങ്കിലോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എല്ലാം ചെയ്ത് പോകണം. നന്നായി ഇരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബൈ.